അപ്പോൾ ഗൈസ് നമ്മൾ ആർഭാടമായ ലീവിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇത് നമ്മുടെ പാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പം നമ്മൾ ഹോസ്റ്റലിലോട്ട് പോകുന്ന പ്രിപ്പറേഷനാണ് ഇതൊക്കെ. അങ്ങനെ നമ്മൾ രാവിലെ 9 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമുക്ക് കട്ടപ്പനയ്ക്ക് ചെല്ലണം. അങ്ങനെ നമ്മൾ കട്ടപ്പനയ്ക്ക് പോയിട്ട് അവിടെ നിന്നാണ് നമ്മുടെ KSRTC ബസ്. നമ്മളങ്ങനെ ഒരു 2 മണി 2:30 ആകുമ്പോഴത്തേനും ആലുവയിൽ ചെല്ലും. അവിടുന്ന് ട്രെയിൻ. ഇതാണ് നമ്മുടെ പ്ലാനിങ്. ഇങ്ങനെ പോകാനാണ്. അപ്പോൾ ഞങ്ങൾ കട്ടപ്പന വന്നപ്പോഴത്തേനും ഞങ്ങളുടെ ബസ് പോയി. ഞങ്ങൾ രണ്ടാമത്തെ KSRTCക്കാണ് കയറിയത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങൾ ലേറ്റായിട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ രണ്ടാമത്തെ ബസ് വന്നു. അങ്ങനെ ഞങ്ങളത് കയറി. ചിരി നീട്ടാമോ പെരുമഴയെന്നാലും വെയിലെന്നാലും അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ടിക്കറ്റ് ക്യാൻസൽ ആയിരിക്കുകയാണ്. ഇനി എന്നെ ചെയ്യുന്ന അറിയത്തില്ല ഗൈസ്. ടീറ്റിയുടെ കാര്യം പിടിക്കാം. ടീറ്റിയുടെ കാര്യം തൂക്കി പിടിക്കാനോ? കാര്യം പിടിക്കും ചേട്ടാ. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. കാര്യം പിടിച്ചൊരു സീറ്റ് തരുമോ? പെട്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഫൈനലി ആശി എത്തിയിരിക്കുകയാണ്. ഗൈസ് നല്ല അടിപൊളി മഴ തകർത്ത് പെയ്യുന്നുണ്ട്. ഗൈസ് നല്ല മഴയാണ്. നല്ല മഴ. ഉണരും വഴികളിലൊഴുകി ഒഴുകി തമ്മിൽ നാം കൈമാറും പുന്നാരം. കാലത്തുണരും നേരം കാണും മലരും രാവിൽ കുഴലൂതുന്നൊരു കാണാക്കുയിലും അരികിൽ വരും കഥ പറയും കനവുകളോ ചിറകണിയും. ഞങ്ങളിങ്ങനെ കിടക്കാൻ പോവാണ്. ഗുഡ് നൈറ്റ്. ചുമയോ? ആ
വന്നു തുടങ്ങിയിട്ടുണ്ട് റീച്ചൂറിൻ്റെ. ഗൈസ് ഇതാണ് ഞങ്ങളുടെ ബാഗ്. ഫുൾ ഞങ്ങളുടെ ബാഗാണ്. ഗൈസ് നമ്മളങ്ങനെ ട്രെയിനൊക്കെ ഇറങ്ങി സ്റ്റേഷനിലെത്തി. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഒരു ലീവ് കിട്ടുന്നതോടും വരെ നമ്മളിവിടെ ആയിരിക്കും. നല്ല വെയിലും ചൂടും ഒക്കെയാണ് രാവിലെ തന്നെ. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു ഉച്ചയൊക്കെ ആയി. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ബൈ.